ഹലോ ഡിയേഴ്സ്, നമ്മുടെ കഥകൾ കേട്ട് കേട്ട് ഇംഗ്ലീഷ് പഠനം എവിടം വരെ ആയി? എല്ലാവരും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി എന്ന് തന്നെ വിചാരിക്കുകയാണ്. നേരിട്ട് നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാണ് കേട്ടോ. ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ദ സ്റ്റോറി ഓഫ് ദ ബാംബൂ ട്രീ ആണ് കേട്ടോ. ദ സ്റ്റോറി ഓഫ് ദ ബാംബൂ ട്രീ. ബാംബൂ ട്രീ എന്താണ്? മുള എന്ന് പറയില്ലേ നമ്മൾ, അതിനെയാണ് ബാംബൂ ട്രീ എന്ന് പറയുന്നത്. A man planted a bamboo tree in his backyard and watered it every day. A man, ഒരു ആള് planted a bamboo tree. Planted എന്ന് പറഞ്ഞാല് എന്താ പറയാ, വെച്ച് പിടിപ്പിക്കുക എന്ന് പറയില്ലേ. പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചെടി നട്ട് പിടിപ്പിക്കുന്നതിനെയാണ് പ്ലാന്റഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻ ഹിസ് ബാക്ക് യാർഡ്. യാർഡ് എന്ന് പറയുന്നത് മുറ്റത്തിനെയാണ് നമ്മൾ യാർഡ് എന്ന് പറയുക. ബാക്ക് യാർഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബാക്ക് സൈഡിലുള്ള മുറ്റത്ത് അയാൾ എന്ത് ചെയ്തു? ഒരു ബാംബൂ ട്രീ അദ്ദേഹം വെച്ച് പിടിപ്പിച്ചു. ആൻഡ് വാട്ടേർഡ് ഇറ്റ് എവറി ഡേ. വാട്ടേർഡ് എന്ന് പറഞ്ഞാൽ, വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം, വാട്ടേർഡ് എന്ന് പറഞ്ഞാൽ വെള്ളം നനയ്ക്കുന്നതിനെയാണ് നമ്മൾ വാട്ടേർഡ് എന്ന് പറയാ. അപ്പൊ രണ്ട് ന്യൂ വേർഡ്സ്. ഒന്ന് പ്ലാന്റഡ് എന്ന് പറഞ്ഞാൽ വെച്ച് പിടിപ്പിക്കുക, വാട്ടേർഡ് എന്ന് പറഞ്ഞാൽ നനയ്ക്കുക. ഇറ്റ് എവറി ഡേ. എന്നിട്ട് അദ്ദേഹം എല്ലാ ദിവസവും അത് നനയ്ക്കാറുണ്ട്. എല്ലാ ദിവസവും അത് നനച്ചു. ബട്ട് നോ മാറ്റർ ഹൗ മച്ച് ഹി വാട്ടേർഡ് ഇറ്റ്, ദ ട്രീ ഡിഡ്ന്റ് സീം ടു ഗ്രോ. ബട്ട് നോ മാറ്റർ, പക്ഷെ ഒരു കാര്യമില്ല. ഹൗ മച്ച് ഹി വാട്ടേർഡ് ഇറ്റ്, എത്രത്തോളം അവൻ അതിൽ നനയ്ക്കുന്നുവോ, ദ ട്രീ ഡിഡ്ന്റ് സീം ടു ഗ്രോ. ആ ട്രീ എന്താണ്? വളരുന്നതായിട്ട് കാണുന്നില്ല. എത്ര നനച്ചു കൊടുത്തിട്ടും ആ ട്രീ വളരുന്നതായിട്ട് കാണുന്നില്ല. For 5 years, the man continued to water the tree, but it remained small and weak. For 5 years, അദ്ദേഹം എന്താണ്? 5 വർഷത്തോളമായിട്ട് the man continued to water the tree. മാൻ എന്ത് ചെയ്തു? അയാൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. എന്താണ്? അതിനെങ്ങനെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വർഷം കഴിഞ്ഞു. ബട്ട് ഇറ്റ് റിമൈൻഡ് സ്മോൾ ആൻഡ് വീക്ക്. പക്ഷെ അത് ഇതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. സ്മോൾ ആയിട്ടും വീക്കായിട്ടും തന്നെ നിൽക്കുകയാണ്. ദ മാൻ വാസ് അബൌട്ട് ടു ഗിവ് അപ്പ്. അപ്പൊ അയാള് എന്താണ്? സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുകയാണ് കേട്ടോ. മതി, എത്ര 5 വർഷമായി നനയ്ക്കുന്നു, എന്നിട്ടും ഒരു മാറ്റവും വരുന്നില്ല എന്ന് വിചാരിച്ച അയാള് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എന്നാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് സ്റ്റോറിയിൽ പറഞ്ഞു അല്ലെ, ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എന്നാണ് മീനിങ്. അദ്ദേഹം സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. When a wise old gardener told him, അപ്പോഴാണ് നമ്മുടെ ഒരു വയസ്സായിട്ടുള്ള ഓൾഡ് ഗാർഡനർ, ബുദ്ധിമാനായിട്ടുള്ള ഒരു പഴയ തോട്ടക്കാരന് അദ്ദേഹത്തോട് പറയുകയാണ്, The bamboo tree takes 5 years to grow its roots deep into the earth before it starts to grow tall. എന്താണ് പറയുന്നത്? ഇത് ബാംബൂ ട്രീ ടേക്സ് 5 years. ബാംബൂ ട്രീ എന്ത് ചെയ്യും? ടേക്സ്. കണ്ടോ, ബാംബൂ ട്രീ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ടേക്കിന്റെ കൂടെ എസ് വന്നത് കണ്ടോ. ബാംബൂ ട്രീ എന്ത് ചെയ്യും? 5 years എടുക്കും അത് വളരാൻ വേണ്ടിയിട്ട്. എന്ത് വളരാൻ? ഇറ്റ്സ് റൂട്ട്സ് ഡീപ്പ് ഇൻ ടു ദ എർത്ത്. ഭൂമിക്കടിയിലേക്ക് അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ വേരുകളാണ് കേട്ടോ. അതിന്റെ വേരുകൾ വളരാൻ വേണ്ടിയിട്ട് 5 വർഷം എടുക്കും. ബിഫോർ ഇറ്റ് സ്റ്റാർട്ടഡ് ടു ഗ്രോ ടോൾ. അത് വളരുന്നതിന് മുമ്പ്, ഗ്രോ ടോൾ എന്ന് പറഞ്ഞാൽ അത് നീളം വെക്കുന്നതിന് മുമ്പായിട്ട് അതിന്റെ റൂട്ട് ഭൂമിന്റെ അടിയിലേക്ക് വളരാൻ വേണ്ടിയിട്ട് 5 വർഷം എടുക്കും എന്ന് ഒരു ഗാർഡനർ അദ്ദേഹത്തോട് പറയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞിട്ടുണ്ട് വൈസ് ഓൾഡ് ഗാർഡനർ ടോൾഡ് ഹിം, അദ്ദേഹത്തോട് പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ കൊട്ടേഷനിൽ കൊടുത്തിട്ടുള്ള കാര്യം എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ആ കൊട്ടേഷനിലുള്ള കാര്യം കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കൊട്ടേഷനിൽ കൊടുക്കുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ കഥകളൊക്കെ എഴുതുന്ന സമയത്ത് എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ബാക്കി മുഴുവൻ എന്താണ്? പാസ്റ്റ് ടെൻസിലാ പറഞ്ഞത് അല്ലെ. വാട്ടേർഡ്, പ്ലാന്റഡ് എന്നൊക്കെ പറയുന്നത് V2 ഫോമിലാ പറഞ്ഞത്. പക്ഷെ ഒരാൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സാധാരണ സ്റ്റോറിയിലൊക്കെ പറയാറില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എഴുതുക. ഓക്കെ. Then the man was amazed and continued to care for the tree. അപ്പോ the man was amazed, അദ്ദേഹത്തിന് അത്ഭുതമായി. and continued to care for the tree. പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിച്ച ആൾ എന്ത് ചെയ്തു? ആ ട്രീയെ കെയർ ചെയ്യുന്നത്, പരിപാലിക്കുന്നത് അദ്ദേഹം തുടർന്നു.
Then, and sure enough, in the 6th year, the bamboo tree started to grow rapidly, reaching heights of over 100 feet. എന്താ പറയുന്നത്? And sure enough. ഇവിടെ sure enough. നമ്മൾ ഇനഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയൽ എന്താണ്? മതിയാവോളം അല്ലെങ്കിൽ സഫിഷ്യന്റ്, വേണ്ടത്ര എന്നുള്ള അർത്ഥത്തിലാണ് ഇനഫ് എന്ന് പറയുന്നത്. എന്നാൽ അവിടെ പറഞ്ഞിട്ടുള്ളത് ഷുവർ ഇനഫ് എന്നാണ്. ഷുവർ ഇനഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷുവർ ഇനഫ് എന്നുള്ള വേർഡ് കൊണ്ട് അർത്ഥാക്കുന്നത് കേട്ടോ. ആൻഡ് ഷുവർ ഇനഫ് ഇൻ ദ 6th year, പ്രതീക്ഷിച്ച പോലെ തന്നെ 6ാം വർഷത്തിൽ the bamboo tree started to grow rapidly. rapidly എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വിക്ലി, പെട്ടെന്ന് തന്നെ എന്താണ്? ബാംബൂ ട്രീ എന്താവാൻ തുടങ്ങി? വളരാൻ തുടങ്ങി. then reaching heights of over 100 feet. എന്നിട്ട് അത് റീച്ചിങ്, എത്തി. എത്ര വരെ? heights of over 100 feet, 100 അടിയുടെ മുകളിൽ എത്തി. then the man learned that sometimes growth and progress may not be immediately visible, but with patience and persistence great things can happen. എന്താ അവിടെ പറയുന്നത്? വളരെ അടിപൊളിയായിട്ടുള്ള ഒരു വാല്യബിൾ, ഒരു മോറൽ തരുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ. ദ മാൻ ലേൺ ദാറ്റ്. അപ്പോ ആ മാന് പഠിച്ചു, ഒരു പാഠം പഠിച്ചു അതിൽ നിന്ന്. എന്താണ്? സംടൈംസ്, ചില സമയങ്ങളിൽ ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസ് മേ നോട്ട് ബി ഇമ്മീഡിയറ്റ്ലി വിസിബിൾ. നമ്മുടെ വളർച്ചയും അതേപോലെ തന്നെ ഉയർച്ചയും മേ നോട്ട് ബി ഇമ്മീഡിയറ്റ്ലി വിസിബിൾ. അത് പെട്ടെന്ന് തന്നെ കാണാൻ കഴിയില്ല. ചില സമയത്ത് വളർച്ചയും ഉയർച്ചയും പെട്ടെന്ന് നമ്മുടെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല. ബട്ട് വിത്ത് പേഷ്യൻസ് ആൻഡ് പേഴ്സിസ്റ്റൻസ്. പേഷ്യൻസ് എന്ന് പറഞ്ഞാല് ക്ഷമ, പേഴ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് സ്ഥിരോത്സാഹം എന്ന് പറയില്ല, സ്ഥിരമായിട്ട് ആ ഉത്സാഹം, ക്ഷമയും ഉണ്ടെങ്കിൽ ഗ്രേറ്റ് തിങ്സ് ക്യാൻ ഹാപ്പൺ. എന്തെങ്കിലും വലിയ കാര്യങ്ങൾ വരെ നടക്കും എന്നാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. വളരെ അർത്ഥവത്തായിട്ടുള്ള, മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അല്ലേ. അപ്പൊ നിങ്ങൾ എന്താണ് ചിന്തിക്കുക, നമ്മൾ ഒരു ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല അല്ലെ. 5 ദിവസം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി കുറച്ച് ക്ലാസ്സുകളൊക്കെ കണ്ടു. 5 ദിവസം കഴിഞ്ഞ് നിർത്തി പോവാണ്. 5 ദിവസമായിട്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല, മതി എന്ന് വിചാരിച്ച് പോണവര് ആ പോക്കേ ഉണ്ടാവുള്ളൂ. പകരം എന്ത് ചെയ്യണം? നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ക്ഷമയോടുകൂടെയും ഫസ്റ്റ് ഡേയിൽ നമ്മൾ സ്പീക്കിംഗ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് പറഞ്ഞ ഫസ്റ്റ് ഡേ വന്ന ഉത്സാഹം ഉണ്ടല്ലോ, അത് എന്താ പറയുക, സ്ഥിരമായിട്ട് ആ ഉത്സാഹം ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് സംസാരിക്കാൻ തന്നെ കഴിയും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു നല്ലൊരു സ്റ്റോറിയാണിത്. അപ്പൊ നമ്മൾ ഇതുവരെ എങ്ങനെയാണ് ചെയ്തത്? ഓരോ പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക ചെയ്തത്. എന്നാൽ ഇന്ന് ഞാൻ ചെയ്യുന്നത് മൊത്തത്തിൽ സ്റ്റോറി മനസ്സിലായല്ലോ, അതിൽ നിന്ന് ഞാൻ സ്റ്റോറിയിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. അതിന് നിങ്ങൾ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക കേട്ടോ. First question, what did the man do for 5 years? First question, what did the man do for 5 years? എന്താ മീനിങ്? what did the man do? എന്താണ് അയാൾ ചെയ്തത്? for 5 years, 5 വർഷം അയാൾ എന്താണ് ചെയ്തത്? ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്താണ് ചെയ്തത്? ആദ്യം മലയാളത്തിൽ നിങ്ങൾക്ക് പറയാൻ കിട്ടുമെങ്കിൽ ആദ്യം പറഞ്ഞു നോക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് അതിൽ നോക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ റിപ്ലൈ അയക്കുക കേട്ടോ. Then next question is, why didn't the bamboo tree seem to grow? Why didn't? എന്തുകൊണ്ട് ഇല്ല? എന്തില്ല? Didn't the bamboo tree seem to grow? വളരുന്നത് കാണുന്നില്ല. അത് എന്തുകൊണ്ട് ബാംബു ട്രീ വളരുന്നില്ല എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ആൻസർ പ്ലീസ് കമന്റ് ഇൻ കമന്റ് ബോക്സ്. Then what did the wise old gardener tell the man? What did the wise old gardener tell the man? What did the wise old gardener, എന്താണ് ബുദ്ധിമാനായ പ്രായമുള്ള ആ ഗാർഡനർ, തോട്ടക്കാരനെ എന്താണ് അയാളോട് പറഞ്ഞത്? നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾ റിപ്ലൈ തരിക കേട്ടോ. Then what can we learn from the bamboo tree's growth? ഈ ബാംബൂ ട്രീയുടെ ഗ്രോത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? അത് ഡെഫിനറ്റ് ആയിട്ട് ഇത് കാണുന്ന ഓരോരുത്തരും ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾ പറഞ്ഞു നോക്കുക.
അതോടൊപ്പം നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മൾ തെറ്റുമെന്ന് വിചാരിച്ച് ആരും ഒന്നും പറയാതിരിക്കണ്ട. നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാനത് തിരുത്താറുണ്ട്. പക്ഷെ എനിക്ക് എന്റെ മനസ്സ് സമ്മതിക്കാറില്ല കേട്ടോ തിരുത്താൻ. നമ്മൾ പരസ്പരം കണ്ടുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാനതപ്പോൾ ഒരിക്കലും തിരുത്തി തരില്ല. കാരണം നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇറേഴ്സ് പെർമിസിബിൾ എന്നാണ്, തെറ്റ് അനുവദിക്കുന്ന കാര്യമാണ്. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് കമന്റ് ബോക്സിൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ തെറ്റുണ്ടെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിച്ച് തരുന്നത്. ഒരു ഇംഗ്ലീഷ് ടീച്ചർ എന്ന നിലയ്ക്ക് നമുക്ക് തെറ്റങ്ങനെ കാണുമ്പോൾ കണ്ണടച്ച് പോവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ തെറ്റ് തിരുത്തുന്നത്. അതുകൊണ്ട് തെറ്റുമെന്ന് ഭയന്ന് ആരും എഴുതാതിരിക്കരുത്. തെറ്റിയാലും നിങ്ങൾ എഴുതുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ തിരുത്തുന്നത്. അയ്യോ ഇത് മറ്റുള്ളവർ കാണില്ലേ, കണ്ടാൽ മോശമല്ലേ, അങ്ങനത്തെ ചിന്താഗതിയൊക്കെ മാറ്റുക കേട്ടോ. നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കുക. തെറ്റായാലും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.